إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അവസരങ്ങളിലും എവിടെയായിരുന്നാലും കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തമുള്ള ജീവിതം നയിക്കുവാനും നന്ദിയുള്ളവരായി ജീവിക്കുവാനും അങ്ങനെ തന്നെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിജയികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിയിൽ 800 കോടിയിലധികം മനുഷ്യരുണ്ടെന്നുള്ളതാണ് കണക്കുകൾ പഠിപ്പിക്കുന്നത്. ഈ മനുഷ്യരെല്ലാം രണ്ട് കാലിൽ നടക്കുന്നവരാണ്. അതിന് സാധ്യമാകാത്ത ആളുകളുമുണ്ട്. എന്നാൽ എല്ലാവരുടെയും മുഖം വ്യത്യസ്തമാണ് എന്നും ഇരട്ട കുട്ടികൾ പോലും പല വൈവിധ്യങ്ങൾ സംവിധാനിച്ചുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും മനുഷ്യരുടെ ശബ്ദങ്ങളെല്ലാം വ്യത്യസ്തമാണ് എന്നും
അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാളുടെ ശബ്ദം കേട്ടാൽ അത് ഇന്നയാളാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ കാൽപാദങ്ങൾ എത്ര ബലവത്താണ്. ചെരുപ്പുകൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കാലുകൾ നമ്മൾ മുറിക്കാറില്ല. ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വൈവിധ്യങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കിടയിലും വിശിഷ്യ മനുഷ്യർക്കിടയിൽ കാണുവാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ സൃഷ്ടാവിനെ നമുക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോയിട്ട്, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്കെങ്കിലും നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം ഓർത്താൽ, ചിന്തിച്ചാൽ എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. ഞങ്ങളുടെ റബ്ബേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന് എങ്ങനെയാണ് ഒരു നന്ദിയുള്ള ഹൃദയത്തിന് പറയാതിരിക്കാൻ സാധ്യമാവുക? ഇങ്ങനെയുള്ള റബ്ബിന് ഈ സൃഷ്ടികൾ ചെയ്യുന്നതെല്ലാം കാണാൻ കഴിയും. അതെല്ലാം ആവശ്യമാകുമ്പോൾ പുറത്തു കൊണ്ടുവരാനും സാധ്യമാകുമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും, കരിമ്പാറക്കെട്ടുകൾക്കിടയിലാണെങ്കിൽ പോലും ഒരു കടുകുമണിയോളം വലിപ്പമുള്ളതിനെ പോലും കൊണ്ടുവരാൻ സാധ്യമാകുന്നവനാകുന്നു അല്ലാഹു. അത്രത്തോളം വിശാലമായ പൂർണ്ണാർത്ഥത്തിലുള്ള അറിവാണ് റബ്ബിൻ്റെ അറിവ്. ആ റബ്ബിനെ അറിഞ്ഞും അറിയാതെയും ഇന്ന് നമ്മുടെ സമൂഹം വിസ്മൃതിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറ ലുഖ്മാനിൻ്റെ 16-ാമത്തെ വചനം ഇങ്ങനെയാണ്: യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബഹ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണ് യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ സ്നേഹം ചാലിച്ച വിളിയാണ്. പൊന്നുമോനെ, തീർച്ചയായും നീ ഒരു കാര്യം അറിയണം. ഒരു കടുകുമണിയുടെ അത്ര വലിപ്പമുള്ളതായിരുന്നാൽ പോലും ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും എവിടെയെങ്കിലും നീ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അത്തൈനാ ബിഹ, അല്ലാഹു അതിനെ കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം അല്ലാഹു ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു നിഗൂഢനായ ജ്ഞാനമുള്ളവനാണ്, സൂക്ഷ്മജ്ഞാനിയുമാണ് എന്നാണ് അല്ലാഹു അവനെ അവൻ്റെ കലാമിലൂടെ പരിചയപ്പെടുത്തിയത്. ഒരുപക്ഷെ നമുക്ക് മനുഷ്യരിൽ നിന്ന് പലതും മറച്ചു വെക്കാനായേക്കാം. ആ മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഭാര്യമാരുണ്ടാകാം, മക്കളുണ്ടാകാം, ഫ്രണ്ട്സുകളുണ്ടാകാം, അയൽവാസികളുണ്ടാകാം. ആരിൽ നിന്നും എന്തും നമുക്ക് ഒരുപക്ഷെ മറച്ചു വെക്കാൻ സാധ്യമായേക്കാം. പക്ഷേ ഒരു സെക്കൻഡിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥാ സമയത്തേക്ക് പോലും അള്ളാഹുവിങ്കൽ നിന്ന് ഒന്നിനെയും മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. സൂറത്തു നിസാഇൻ്റെ 8-ാമത്തെ വചനം ഇങ്ങനെയാണ്:
യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു വെക്കാം. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, എങ്കിൽ അല്ലാഹുവിങ്കിൽ നിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമ്പോൾ, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടൊരു ചിന്ത അനിവാര്യമാണ്. 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ നമ്മൾ എവിടെയാണ് എന്ന് ചിന്തിക്കാനാണ് ഇന്നത്തെ ഖുത്ബ. അല്ലാഹു കാര്യങ്ങളെ കൃത്യമായി പറയുവാനും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഈമാനിനെ അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട് നമ്മോട്. സങ്കീർണമായ ഒട്ടനവധി അത്ഭുതങ്ങളുടെ കലവറയാണ് 6.5 അടി പൊക്കമുള്ള നമ്മുടെ ബോഡി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ബുദ്ധിയുള്ളവരോട് പറഞ്ഞത് വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല, അത് തന്നെ മതി അല്ലാഹുവിനെ കണ്ടെത്താൻ. മാർക്കറ്റിലിറങ്ങുന്ന അധുനാധുന സൗകര്യങ്ങളുള്ള ഒരു സ്മാർട്ട് ഫോൺ, അത് വെറുതെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അവൻ യുക്തിയുള്ളവനല്ല, യുക്തിയില്ലാത്തവനാണ്. എങ്കിൽ ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച് അതിൽ ജീവജാലങ്ങളെ വ്യാപിപ്പിച്ച് അതിൽ വിശേഷ ബുദ്ധി കൊടുത്ത മനുഷ്യനെ സംവിധാനിച്ച് ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാകും? പക്ഷെ അത്തരം പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ഒട്ടനവധി ആളുകൾ ഇന്ന് അറിഞ്ഞും അറിയാതെയും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു ദുരവസ്ഥ ഇന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മ ജുസ് ഇങ്ങനെ ഓതുമ്പോൾ നമുക്കൊക്കെ പരിചയമുള്ളൊരു സൂറത്തിലെ 3 ആയത്തുകളാണ് ഞാൻ ആദ്യം നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. വസ്സമായി വത്വാരിക്കിലെ 5, 6, 7 ആയത്തുകൾ ആർക്കും മനസ്സിലാവും? എന്താ അല്ലാഹു പറയുന്നത്? ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ, ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. മനുഷ്യൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൻ ചിന്തിച്ചു നോക്കട്ടെ, അവനെ നാം എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. നോക്ക്, നിങ്ങൾ കുറച്ച് വർഷങ്ങളിലേക്ക് പിറകിലേക്ക് പോയാൽ ഈ ശരീരമല്ല നമുക്ക് ഒരു വെള്ളത്തിൻ്റെ തുള്ളിയായിരുന്നു. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് പറയാൻ ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നത്രേ മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഇന്ദ്രിയത്തുള്ളി എവിടെ നിന്നാണ് പ്രയാണം കുറിച്ചതെന്ന് വരെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളുടെ വചനങ്ങൾ പറയുന്ന ഖുർആൻ പറയുന്നു. യഖ്റുജു മിൻ ബൈനിസ്സുൽബി വത്തറായിബ്, നെഞ്ചലിൻ്റെയും മുതുകല്ലിൻ്റെയും ഇടയിലുള്ള പ്രത്യേക കുഴലിലൂടെയാണ് ആ ഇന്ദ്രിയത്തുള്ളി സ്രവിക്കപ്പെട്ടത് അല്ലെങ്കിൽ പ്രയാണം ചെയ്തത്. അങ്ങനെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു പറയുന്നതായി നമുക്ക് കാണാം. ഇനി ഒരു 9 മാസം അല്ലെങ്കിൽ 8.5 മാസം 9.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ? ഒരു മനുഷ്യക്കുട്ടിയുടെ രൂപമായി, അല്ലേ? വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പോന്നപ്പോൾ കരയായിരുന്നു. കൈകളിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് കണ്ണടച്ച് കരയുകയായിരുന്നു. ആ കരച്ചിൽ കണ്ട് നിന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് വന്നത്. നാൽക്കാലികളായ ജീവികൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുറേ സമയം കഴിയണ്ട, അതിൻ്റെ മുന്നേ തന്നെ നാൽക്കാലികൾ അവരുടെ കാലിൽ ഇങ്ങനെ എണീറ്റ് നിന്ന് അമ്മയുടെ തള്ളയുടെ സ്തന്യം നുകരാൻ കടന്നു പോകുന്നുണ്ട്. മനുഷ്യർക്ക് അതിനു പോലും സാധ്യമായിരുന്നില്ല. ഏത് ജീവജാലങ്ങളും, മനുഷ്യരൊഴികെയുള്ള ഏത് ജീവജാലങ്ങളും ജനിക്കുന്നത്
പ്രകൃതി അതിന് നിലനിൽക്കേണ്ട അറിവ് ആദ്യമേ കൊടുത്തിട്ടാണ്. പക്ഷെ മനുഷ്യരെങ്ങനെയല്ല. മനുഷ്യർ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ് ഇങ്ങോട്ട് വന്നത്. ഞാനല്ല പറഞ്ഞത്, ഖുർആനിൻ്റെ ആശയമാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅം മദ്കൂറാ. പറയപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയില്ലയോ മനുഷ്യ? ഒന്നിനും കഴിയാത്ത, ഒന്നിനും പറയപ്പെടാൻ കഴിയാത്തൊരവസ്ഥ കഴിഞ്ഞുപോയി അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല നിങ്ങളോട്, ശരീരം ഒന്നുമില്ലാത്ത, അവയവങ്ങൾ ഒന്നുമില്ലാത്ത, പറയപ്പെടാൻ ഒന്നും കഴിയാത്തൊരവസ്ഥ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. സൂറത്തുൽ ഇൻസാനിലെ 1-ാമത്തെ വചനാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ അടുത്ത വചനം എന്താണ്? ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മിശ്രിതമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് മനുഷ്യനെ നാം ഇതാ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്, അവന് നാം പരീക്ഷണം നടത്തുവാൻ വേണ്ടി. എന്നിട്ട് നാം അവന് കേൾവിശക്തിയും കാഴ്ചശക്തിയും നൽകി. ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യ കുട്ടിക്ക് ഗർഭാശയത്തിൽ നിന്ന് ആദ്യം ലഭ്യമാകുന്ന പഞ്ചേന്ദ്രിയങ്ങളിലെ അവയവം കേൾവിശക്തിയാണ്. അതുകൊണ്ടാണ് ഗർഭിണിയായ മാതാക്കൾ സംസാരിക്കുന്നതും വായിൽ അവർ ചവച്ചരക്കുന്ന ഭക്ഷണത്തിൻ്റെ ശബ്ദം പോലും ഗർഭസ്ഥ ശിശു കേൾക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞെന്താ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. കണ്ടോ, ആദ്യം കേൾവിയെക്കുറിച്ചാണ് ഖുർആൻ സംസാരിച്ചത്. ഖുർആൻ എന്നോ പറഞ്ഞു വെച്ചു. കാരണം ഇത് പറഞ്ഞതാരാ? ത്രികാലജ്ഞാനിയായ റബ്ബാണ് കൂട്ടരെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിശേഷ ബുദ്ധി തന്ന് സംവിധാനിച്ച നമ്മുടെ ജീവിതം വെറുതെയല്ല. കുറേ അധ്വാനിച്ച് വലിയ സൗധങ്ങൾ പണിത് മുതലുകൾ നേടിയെടുത്ത് പറമ്പുകളും ലാൻഡുകളും നേടിയെടുത്ത് വലിയ സ്റ്റാറ്റസ് ഒക്കെ നേടിയെടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതിയോ? പോരാന്നല്ല പറയണത്. അല്ല എന്താ പറഞ്ഞത്? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണ് നിങ്ങൾ വിചാരിച്ചോ? അതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടതിൽ. നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചു. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. എന്നിലേക്ക് നിങ്ങൾ റിട്ടേണായി തിരിച്ചു വരില്ല എന്നും നിങ്ങൾ വിചാരിച്ചുവോ എന്ന് അല്ലാഹു ചോദിക്കാൻ. എങ്കിൽ അവിടെ ഒരു ചോദ്യം, എന്തിനാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന, അതുപോലെ തന്നെ ജാമ്യകളിൽ പഠിക്കുന്ന, അതുപോലെ തന്നെ സ്കൂളുകളിൽ പഠന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന ഒരവസ്ഥ നമുക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് എന്തിനങ്ങനെ മാറ്റിയെടുത്ത് എന്തിനാ മാറ്റിയെടുത്തത്? അത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് കൂട്ടരെ. 98-ന്റെ 5-ാമത്തെ വചനം, സൂറത്തുൽ ബയ്യിന, അതിൻ്റെ 5-ാമത്തെ വചനം എന്താ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമാ. എന്താണ് അല്ലാഹു പറഞ്ഞത്? വമാ ഉമിറൂ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ജീവിതം തന്ന റബ്ബ് പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തല്ലാതെ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ ഋജുമനസ്കരായ നിലയിൽ ഇഖ്ലാസോടെ നിർവഹിക്കാനല്ലാതെ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനല്ലാതെ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല. കാര്യം വ്യക്തമാണ്. നിഷ്കളങ്കമായ ഇബാദത്തുകൾ നിർവഹിക്കാനാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞ എന്താ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. 1-2 ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങാത്തോലും അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കണി, എന്നിട്ട് ഉറങ്ങണോലെ വിളിക്കി. കാരണം അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനാണത്. ഉറങ്ങണോലെ ചാരി ഇരിക്കരുത്, ചാരി ഇരിക്കുന്നവരാണ് ഉറങ്ങണത് കേട്ടോ. അപ്പം അതൊരു ശരിയായ സ്വഭാവമല്ല. പ്രത്യേകിച്ച് ആഴ്ചയിൽ 1/2 മണിക്കൂറാണ്, പ്രത്യേക ഇബാദത്താണ്, വിശ്വാസിയുടെ പെരുന്നാളാണ്. അപ്പോൾ ഉറങ്ങിയാൽ ശരിയാവില്ല, ഉറക്കം വീട്ടിൽ നിന്നാകാം ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഋജുമനസ്കരായ നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് കൂട്ടരെ ഈ ശരീരത്തെയും ഈ സംവിധാനത്തെയും
അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ ഒരു ചോദ്യമുണ്ട് അവിടെ, എത്ര കാലം? അതിന് ഉത്തരം പറയാൻ ഒരു ശാസ്ത്രകാരനും ഒരറിയപ്പെട്ടവനും ഇനി ലോകത്ത് ഉത്തുംഗതിയിലേക്കുന്ന സമ്പന്നന് പോലും കഴിയില്ല എത്ര കാലം അവിടെ ഉണ്ടാവും എന്നുള്ളത്. അതാണ് ജീവിതം. ഇവിടുത്തെ പരലോകത്തോ അവിടെ മരണമില്ല എന്നാണ്. എത്ര കാലം എന്നുള്ളതിൽ ഇവിടെ ഉത്തരല്ല. ഏത് സീസണിലാ? വസന്തകാലത്തിലാണോ, ഹേമന്തത്തിലാണോ, ഗ്രീഷ്മത്തിലാണോ? പറയാൻ കഴിയില്ല. നല്ല ഉന്മേഷഭരിതരായിരിക്കുമ്പോഴാണോ? അല്ലേ, ഈ ഒരു മുക്കിൻ്റെ ടാവട്ടത്ത് കൈതക്കാട് പരിസരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുവാവിൻ്റെ മരണവാർത്ത നമ്മൾ കേട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലേ, ഭൗതിക കണ്ണുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ മരിക്കാനായിട്ടുണ്ടോ? ഇല്ല. ഇതാ ഈ ഹുത്തു പറയുന്ന ഞാനുങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വയസ്സിനേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കെ ആയിരിക്കും. അല്ലേ സഹോദരങ്ങളെ, എപ്പോഴും ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. റസൂലോട് ചോദിച്ചില്ലേ സഹാബികൾ, നബിയെ ആരാണ് അക്കിയസ്, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നബിയെ? സഹാബികളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഇസ്തിഅദാദുൽ മൗത്ത്. സുബ്ഹാനല്ലാഹ്, മരണത്തിന് വേണ്ടി ധാരാളം ഒരുങ്ങുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പരിധി പറഞ്ഞിട്ടില്ല. ആ ഒരുക്കത്തിന് പരിധി പറഞ്ഞില്ല. പരിധി പറഞ്ഞപ്പോഴാണെന്നറിയാം ഞങ്ങൾ ഖുർആൻ ഇടപെട്ട് സംസാരിച്ചത് വേറെ രൂപത്തിലാണ്. എങ്ങനെയാ? സൂറത്ത് ഹിജ്റിൻ്റെ 99 നമുക്കിങ്ങനെ വായിക്കാം. എങ്ങനെ വായിക്കാം? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് കറുകറു ശബ്ദമാകുന്ന മരണം വരുന്നത് വരെ അള്ളാഹുവിനെ ഇബാദത്തെടുത്തും ആരാധിച്ചും കഴിച്ചു കൂട്ടണമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ അറിയോ? കണ്ണടച്ച് ആ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ മറ്റുള്ളവരുടെ ഷോൾഡറിലേറി ആടിയുലയുന്ന മയ്യത്തായി പള്ളിക്കാട്ടിൽ കുഴിച്ചു വച്ച മണ്ണറക്കൂട്ടിലെ ചാലിലേക്ക് ചരിച്ച് കിടത്തുമ്പോൾ ഒരു 10-45 മിനിറ്റ് കൂട്ടിക്കൊള്ളിങ്ങൾ ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ അവിടെ നിൽക്കാൻ പറഞ്ഞു. തസ്ബീത്തും ചൊല്ലിയിട്ട് അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ. അല്ലേ, അതും കഴിഞ്ഞ് നമ്മൾ പോകും. അവിടുന്ന് ആരെ ലാസ്റ്റ് പോകുക? ആ മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവായിരിക്കും. ആണല്ലോ. അദ്ദേഹത്തിൻ്റെ 6 സ്റ്റെപ്പ് കഴിഞ്ഞ് 7 സ്റ്റെപ്പ് കഴിഞ്ഞ് 8ാമത്തെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴേക്ക് യഅ്തീഹി മലക്കാൻ, 2 മലക്ക് അവിടെ വരും. ചോദ്യമുണ്ടോ നിന്നോട്? എന്താ ചോദ്യം? മൻ റബ്ബുക്, മൻ ഇമാമുക്, മാ ഇൽമുക്, മാ ദീനുക്. ഒരാളെ കാണിച്ചു കൊടുക്കും, ഇതാരാണ്. വ്യക്തമായ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാണ്. അവിടെ അമലില്ല, അവിടെ തിരക്കുകളില്ല, അവിടെ ബിസി പറയാനില്ല. ചെയ്തു കൂട്ടിയ സുഹൃതങ്ങൾക്ക് നന്മ കൂലി അനുഭവിക്കാൻ, ചെയ്തു കൂട്ടിയത് തിന്മയുടെ ഭണ്ഡാരങ്ങളും ചീഞ്ഞു നാറുന്ന ശവപ്പറമ്പുകളുമാണോ എങ്കിൽ അതിൻ്റെ പ്രതിഫലം ആസ്വദിക്കാൻ നമുക്ക് സമയം കളയാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇമാം ഹസനുൽ ബസ്രി സയ്യിദു താബിഈൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സയ്യിദു താബിഈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 300-ലധികം സഹാബിമാരെ നേരിട്ട് കണ്ട താബിഈങ്ങളിൽ വലിയ പ്രമുഖനാണ് ഹസനുൽ ബസ്രി. അദ്ദേഹം ബസറക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ചെറുപ്പത്തിലെ ബസ്രയിൽ വന്ന് താമസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബസ്രി എന്നുള്ള പേര് പിന്നീട് വന്നത്. ഇരിക്കട്ടെ, അതല്ല വിഷയം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയില്ല. ഇന്നിപ്പോൾ കഴിഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഒരു ദഅവത്ത് കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ച് കഴിയട്ടെ. ഇനിയിപ്പോൾ ഇബാദത്തുകൾ ഇപ്പോൾ 2 ദിവസമൊക്കെ പള്ളിയിൽ പോയില്ലേ, ഇനി കുറച്ച് ദിവസം കഴിയട്ടെ. ഇല്ല, അതിന് പരിധികളില്ല. വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾക്ക് പരിധികളില്ല. ഏതുവരെ? അജലൻ ദൂനൽ മൗത്ത്. അതിൻ്റെ പരിധി, അതിൻ്റെ അവസാനം മരണത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ നെറ്റിത്തടത്തമൊക്കെ നോക്കിയാൽ ഇങ്ങനെ കാണാം വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? ഒരു നന്മ ചെയ്യുമ്പോഴായിരിക്കും പോവുക. മനസ്സിലായോ? അള്ളാഹു അങ്ങനെ വിജയിച്ച് മരണപ്പെടുന്ന ഭാഗ്യന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ
അവിടെ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഗൽഭനായ സഹാബിയാണ് അബൂ മാലിക്കിൽ അശ്ജഈ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, മഹാനായ റസൂലുള്ള മർറ ബിഖബരിൻ, ഒരു ഖബറിൻ്റെ സമീപത്തിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് ചോദിച്ചു, മൻ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ആരാണ്, ഈ ഖബറിൻ്റെ ഉടമയാരാണ് എന്ന് ചോദിക്കുകയാണ് സഹാബികളോട്. സഹാബികൾ പറയുകയാണ്, ഫുലാൻ, ഇന്നാലിന്ന മകൻ്റെ, ഇന്നാലിന്ന വ്യക്തിയുടെ മകനാണ് നബിയേ. ആ സമയത്ത് ഹബീബായ റസൂലുള്ള പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? റകഅതാനി അഹബ്ബു ഇലാ ഹദാ മിൻ ബഖിയതി ദുനിയാകും. ഈ ദുനിയാവിലേക്ക് അദ്ദേഹം ഇനി തിരിച്ചു വരികയാണ് എങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ജോലിയല്ല, സ്ഥാപനങ്ങളല്ല, സമ്പത്തല്ല, അധികാരങ്ങളല്ല. അദ്ദേഹം ഇനി ആഗ്രഹിക്കുന്നത് റകഅതാൻ, 2 റകഅത്ത് നമസ്കാരം നിർവഹിക്കാനായിരിക്കും. 2 റകഅത്ത് നിസ്കാരം സുജൂദ് റുക്കുവൊക്കെ ചെയ്ത് നിർവഹിക്കാനായിരിക്കും ആ വ്യക്തി ഖബറിന്ന് വന്ന് ആഗ്രഹിക്കാൻ. അത്രത്തോളം നന്മക്ക് നല്ലോണം ദാരിദ്ര്യം അനുഭവിക്കും അവിടെ എന്ന് ആരാണ് ഈ പറഞ്ഞത് കൂട്ടരെ? വഹയിലൂടെ കാര്യങ്ങൾ സംസാരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും ഒരുങ്ങാതെ ചെയ്യാതെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു എത്തിസ്റ്റിനും ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസ്ലിമിനും ആർക്കും തർക്കമില്ലാത്ത ഒരു സംവാദങ്ങളോ വാദപ്രതിവാദങ്ങളോ സിംബോസിയങ്ങളോ ഒന്നും നടക്കാത്ത ഏക വിഷയം മരണമല്ലേ? ആ മരണത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞതെന്താ? അത് വന്നെത്തിയാൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂൻ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു നാഴിക നേരം അങ്ങോട്ട് വൈകില്ല, ഒരു നാഴിക നേരം ഇങ്ങോട്ട് നേരത്തെയാകുകയുമില്ല. ഏറ്റവും ഷാർപ്പ് സമയത്ത് അത് നടത്തും. ആരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കുഞ്ഞു ജീവിതത്തെ, അങ്ങനെ പറഞ്ഞാൽ പോരാ, നിസ്സാരമായ ജീവിതത്തെ, സഹോദരങ്ങളെ, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ CCTVയിൽ ഒരു നല്ലോണം ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ നെഞ്ചുവേദന വന്നണം മറിഞ്ഞു വീണു. അദ്ദേഹം വീണത് ഒരു സ്റ്റെപ്പിലേക്ക് മുഖമടിച്ചുകൊണ്ടാണ്. അതേ നിൽക്കുന്നിടത്തോളം മറിയാ. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് യുവാക്കളെ, തിന്മകളുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നമുക്ക് മാറണ്ടേ? നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കണ്ടേ? അല്ലേ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതെന്താ? അതേ, അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേ, ആ പ്രത്യേകമായ ദിവസമുണ്ടല്ലോ, അതിനെ ഭയപ്പെടുന്നവർ ആരാണോ അവർക്ക് ഞാൻ സ്വർഗം നൽകും. ഭയപ്പെട്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് ജീവിക്കും വേണം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട അനിവാര്യമായ കാര്യം, സുഖത്തോടെ മരിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ ഒന്നാമതായിട്ട് വേണ്ടത് ഖുർആനിൻ്റെ പാരായണവും അതനുസരിച്ചിട്ടുള്ള ജീവിതവുമാണ്. കാരണം നേരായ മാർഗം അതിലാണ്. ഹുദല്ലിന്നാസ്, അതാണ് നേരായ വഴി. അത് അല്ലാഹു നൽകിയത് ഭൂമിയുടെ തൊലിക്ക് പുറത്ത് പ്രപഞ്ചത്തിൽ ഏറ്റവും നല്ല ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ കരളാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെയാണ് ആ ഖുർആനിനെ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. സമയമുണ്ടാക്കണം. ആ മെസ്സേജുകളെ, ആ സിലബസിനെ, ആ ജീവിത പദ്ധതിയെ, ചൂണ്ടുപലകയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ സമയം കണ്ടെത്തണം. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ആഴ്ചയിൽ 168 മണിക്കൂർ കഴിച്ചു കൂട്ടുമ്പോഴേ അതിലൊരു മണിക്കൂറൊക്കെയാണ് നമ്മളെ പള്ളിയിലൊക്കെ നമ്മൾ ഖുർആൻ പഠിക്കാൻ ഇരിക്കൽ, അല്ലേ? അതൊരു സത്യമല്ലേ? അല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് മഗ്‌രിബിന് ഞങ്ങളിങ്ങനെ കുറച്ചേരം ഇരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ വരിക. നമുക്കുള്ളതാണത്, അല്ല കുറച്ച് ആൾക്കാർക്ക് മാത്രം ഉള്ളതല്ലത്. അത് അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർക്കും
ഉസ്താദിനെന്തോ അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വിചാരിക്കണവരുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ച് എൻ്റെ സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥ വഴിയാണല്ലോ ആ ഖുർആൻ. 1 മണിക്കൂറെങ്കിലും ഞാൻ അതിൻ്റെ മുമ്പിൽ ഇരുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ മുസ്ലിമായത് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ് കൂട്ടരെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ അല്ലമ ആയ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് നിങ്ങൾ ഒറ്റായത്ത് പഠിച്ചാൽ കാന ലഹു സവാബുഹാ മാ തലീത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, അവൻ ജീവിച്ചിരിക്കുന്ന കാലമെത്രയും അയാൾക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നിങ്ങൾക്കറിയോ, ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുണ്ട് അത്ര നാളെ പരലോകത്ത്. ഖുർആൻ പ്രതികൂലമായിട്ടും സാക്ഷി പറയുന്നുണ്ട്. ഹദീസ് കേട്ടോ, വഹിയണത്. വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക്. ഖുർആൻ നിനക്ക് സാക്ഷി പറയും, അല്ലെങ്കിൽ നിനക്കെതിരെ സാക്ഷി പറയും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക കേട്ടോ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ മഹാനായ ശുറൈഹുൽ ഖസാഇ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ശുറൈഹ് അൽ ഖസാഇ ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ഖുതുബക്ക് ഇവിടെ ഇങ്ങനെ പരിസമാപ്തി കുറിക്കും, അതിൻ്റെ അവസാനം പറയാണ്. റസൂലുള്ളാഹി ഞങ്ങളിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് തന്നെ എങ്ങനെ അറിയോ? അബ്ശിറൂ അബ്ശിറൂ. 2 വട്ടാ പറഞ്ഞത്. നിങ്ങൾ സന്തോഷിക്കണേ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അലൈസ തഷ്ഹദൂൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നവരല്ലേ സഹാബികളെ നിങ്ങൾ? രണ്ടാമത്തെ ചോദ്യം, വ അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലുമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നവരല്ലേ നിങ്ങൾ? സഹാബികൾ പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിൻ്റെ ദൂതരെ, ഞങ്ങളതിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. ഇതെന്തിനാ ചോദിച്ചത്? ഒരു കാര്യം പറയാനാണ്. ഫഇന്ന ഹാദൽ ഖുർആന സബബ് തർഫഹു ബിയദില്ലാഹ് വതർഫഹു ബിയൈദീകും. ഹബീബ് പറയുകയാണ്, തീർച്ചയായും ഈ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അതിൻ്റെ ഒരറ്റമുള്ളത് റബ്ബിൻ്റെ കൈകളിലാണ്, ഒരറ്റം നിങ്ങളുടെ കൈകളിലുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലുള്ള ആ പ്രകാശത്തിൻ്റെ അറ്റമുണ്ടല്ലോ, ഫതമസ്സകൂ ബിഹി, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഹദീസിന്റെ അവസാനം, ഫഇന്നകും ലൻ തളില്ലു വലം തഹ്ലികൂ ബഅദഹു അബദാ. ആ ഖുർആനിനെ നിങ്ങൾ ഉറക്കെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ ഒരാൾ നല്ല മനുഷ്യനാകുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഹുബൈറ റഹിമഹുല്ല പറഞ്ഞ വാക്ക് കേൾപ്പിക്കുകയാണ്. പിശാച് നമ്മളെ എല്ലാ നിലക്കും നന്മയിൽ നിന്ന് തടയാൻ നോക്കുന്നവനാണ്. ഏറ്റവും കൂടുതൽ അവൻ തടയാൻ നോക്കുന്നത് ഏത് നന്മയിൽ നിന്നാണ്? ഖുർആൻ പഠിക്കുന്നതിൽ നിന്നാണ്. ഞാനല്ല പറഞ്ഞത്, മഹാനായ ഇബ്നു ഹുബൈറ റഹിമഹുല്ലാ. ആ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് പിശാച് തടഞ്ഞവരിൽ മുനീറുണ്ടോ? കേൾക്കുന്ന നിങ്ങളുണ്ടോ? എങ്കിൽ ആ പിശാചിനെതിരെ ഡിഫെൻഡ് ചെയ്യാൻ, അവനെതിരെ നമ്മൾ തടഞ്ഞു നിർത്തി മുന്നോട്ട് നന്മയിലേക്ക് പോകാൻ ക്ഷമിക്കണേ. ഈ വാക്ക് കേട്ടാൽ നിങ്ങൾ അതിന് ശ്രമിക്കണേ. സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞത്? വമൻ മകായീദുശ് ശൈത്താൻ, ശൈത്താന്റെ കുതന്ത്രങ്ങളിൽ പെട്ടതാണെന്ത്? തഫീറു ഇബാദുല്ലാഹ് മിൻ തദബ്ബുറിൽ ഖുർആൻ. ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നതിൽ നിന്നത് പഠിക്കുന്നതിൽ നിന്ന് അടിമകളെ അകറ്റുക എന്നുള്ളത് പിശാചിന്റെ കുതന്ത്രമാണ്. സമയമില്ല എന്ന് പറയല്ലേ അല്ലേ?
അതതിൻ്റെ കുതന്ത്രമാണ്. നമുക്കെല്ലാത്തിനും സമയമുണ്ട് അല്ലേ? രാത്രി 2 മണിക്കൊരു കോള്, ഉറക്കൊക്കെ വിളിച്ച് എണീറ്റിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. എന്ത് കാരണം? ഇതാ ഒരു അത്യാവശ്യമായിട്ടൊരു ബിസിനസ് യാത്ര പോകണം. ശരി, ഐ ആം റെഡി, ഐ ആം ടു റെഡി. ഓക്കെയാ. എന്നാലേ എല്ലാവർക്കും പറ്റുന്നൊരു സമയമുണ്ട്. മഗ്‌രിബിന് കുറച്ച് നേരം, 1 മണിക്കൂർ. വാ, വണ്ടിയില്ലേ, ആരോഗ്യമില്ലേ, വാടാ മോനെ, ദീന് പഠിക്കാൻ വാ, അള്ളാൻ്റെ ഖുർആൻ പഠിക്കാൻ വാ എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഉത്തരം കൊടുക്കലുണ്ടാവും. തിരക്കുകളും പ്രാരാബ്ദങ്ങളും കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യാനുള്ളതാണോ ദീന്? അതിനാണോ അള്ളാഹ് നമ്മളങ്ങോട്ട് വിട്ടത്? ആണോ? അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, കാരണം ഖുർആനെ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴാണ് സന്മാർഗം ഉണ്ടാവുക. അതുകൊണ്ട് അത് പഠിക്കാതിരിക്കാൻ വേണ്ടി പിശാച് മനുഷ്യന്മാരെന്ത് ചെയ്യും? പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണേ. ഖുർആൻ പഠിക്കുമ്പോഴും ആലോചിക്കുമ്പോഴാണ് സന്മാർഗം ഉണ്ടാവുക. ആ സന്മാർഗം കിട്ടാതിരിക്കാൻ ശൈത്താൻ എന്ത് ചെയ്യും? കുതന്ത്രങ്ങൾ കളിക്കും, തിരക്കുകൾ പറഞ്ഞ്, സാഹചര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തും. അള്ളാഹു ഈ ഇരിക്കും നമുക്കെല്ലാം ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ദുരന്തങ്ങളും പാൻഡമിക് രോഗങ്ങളും പുതിയ പുതിയ ഫിത്തനകളും എത്രത്തോളം അറിയങ്ങൾ, ഫിത്തനകൾ മാത്രം കേൾക്കുന്നൊരു കാലങ്ങളിലേക്ക് വരുന്ന റസൂല പറഞ്ഞിരിക്കണേ. സന്തോഷമുള്ളതൊക്കെ കുറവായിരിക്കും, വളരെ കുറവ്, തുലോം തുച്ഛം. കേൾക്കുന്നതും കാണുന്നതും വായിക്കുന്നതും എല്ലാം മനസ്സിനെ തകർത്ത് കളയുന്ന ഫിത്തനകൾ, അങ്ങനത്തെ ഒരു കാലം നിങ്ങളിലേക്ക് വരും. ആ കാലം വന്നു കഴിഞ്ഞാലും ഒരു ട്വിറ്റർ അക്കൗണ്ട് ഇല്ലാത്ത, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത, വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിലും അഡ്മിനോ ഒരു മെമ്പറോ പോലുമല്ലാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് കൂട്ടരെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത്. അത് കേവലം ഒരു രാഷ്ട്രീയ നേതാവിനോട് കാണിക്കുന്ന വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഫോളോ, എന്താ പറയുക, പിൻപറ്റലോ മറ്റൊന്നുമല്ല. പിന്നെയോ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ മനുഷ്യനെ ഫോളോ ചെയ്യുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ശരിയല്ലേ? എന്നാൽ ഇന്ന് നമ്മളിൽ പലരും മോഡലാക്കുന്നത് പല യുവാക്കളും നടീനടന്മാരെയും കായിക താരങ്ങളെയും ഒക്കെയാണ്. എന്ത് കിട്ടാൻ അതിൽ നിന്ന്? ഒരൊറ്റ ചോദ്യം, എന്ത് കിട്ടാൻ, എന്തുപകാരം, ആർക്കു വേണ്ടി, അല്ലേ? എന്നാൽ ഈ മഹാമനീഷികയെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയാങ്ങൾ? നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അല്ലല്ലേ, അല്ല നിങ്ങൾ ഇഷ്ടപ്പെടും. ഖുർആൻ പറയാൻ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ അല്ല നിങ്ങൾ ഇഷ്ടപ്പെടും. എന്നെ പറ്റിയ റസൂലുള്ളാഹിനെ പ്രഖ്യാപിക്കാൻ പറയാണ്, എന്നെ നിങ്ങൾ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പറയാൻ. പക്ഷേ അള്ളാഹിൻ്റെ റസൂലിനെ യഥാവിധി പിൻപറ്റുന്ന ആളുകളെ ഇന്ന് കുറച്ച് ആൾക്കാരോട് മാറി നിന്നിട്ട് ഒരു വഹാബികളാണ്, ഒരു വെഴ്സോലാണ് എന്നൊക്കെ പറയും. ഇത് പറഞ്ഞിട്ടുണ്ട് മുൻഗാമികളോട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നേതാവായിട്ട് തന്നെ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു മഹാപണ്ഡിതനാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ചാക്കറി വിചാരിച്ച് നമ്മൾ ഷാഫി ഇമാമിനെ അംഗീകരിക്കില്ല എന്നാണ്. പച്ച കള്ളമാണ് പറയുന്നത്. ഷാഫി ഇമാമിനെ അംഗീകരിക്കുന്നത് വഹാബികളെന്ന് വിളിക്കപ്പെടുന്നവരാണ്. ഞാനത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാരണം ഷാഫി ഇമാം ഞങ്ങളെ പഠിപ്പിച്ചത് ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുന്ന ഓലതാ പഠിപ്പിച്ചത്. മനസ്സിലായോ? ഇമാം ഷാഫിഈയുടെ കാലത്ത് അദ്ദേഹത്തെ ആളുകൾ വിളിച്ചു, നീ റാഫിളിയാണ്, നീ പിഴച്ചവനാണ്, നീ പിഴച്ചവനാണ്, പിഴച്ചുപോയ കക്ഷികളെ റാഫിളികൾ. അപ്പം ഇമാം ഷാഫി ചോദിച്ചു, മുത്തുനബിയെ, അതായത് റസൂലുള്ളാഹി നടന്ന മദീനയിലൂടെ നടന്നപ്പോൾ രാത്രി ഉറങ്ങാതെ ആ വഴിയോരങ്ങളിലൂടെ നടന്നിട്ട് ഇരുന്ന് കരഞ്ഞ ആളാണ് ഷാഫി ഇമാം. ഇസ്ലാമിക ലോകത്തിന് എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അന്ന് ജീവിച്ചു പോയ ആളാണെങ്കിലും ഇന്ന് നമ്മൾ ഓർക്കണം എന്തുകൊണ്ടാ? അദ്ദേഹം ഇസ്ലാമിക ലോകത്തിന് ചെയ്ത സേവനങ്ങൾ അത്രത്തോളമുണ്ട്. ആ ഷാഫി ഇമാമിനെ നാട്ടുകാരെ സത്യത്തിൽ ഉറച്ചുന്നപ്പോൾ വിളിച്ചെന്താ? നീ റാഫിളിയാണ്. അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു, ഇൻകാന റാഫിളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദു الثقلان അന്നീ റാഫിളു. നബി കുടുംബത്തെയും നബിയുടെ സുന്നത്തിനെയും സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ റാഫിളി എന്ന് വിളിക്കണോ? എങ്കിൽ ഐ ആം റാഫിളി.
ഞാൻ റാഫിലിയാണ്. ഇമാം ഷാഫി പറയാൻ ഇത് തന്നെയാണ് ഇന്ന് സുന്നത്തിനെ അനുഗമിക്കുന്ന ആളുകളെ വഹാബി എന്ന് വിളിക്കുന്ന ആളുകളില്ലേ, മുൻഗാമികളെയും അങ്ങനെ പലരും വിളിച്ചപ്പോ പണ്ഡിതന്മാർ അതിനും മറുപടി കൊടുത്തു. ഇൻകാന താബിഉൻ അഹ്മദുൻ മുതവഹിബ ഫഇന്നാ മുഖററും ബിഅന്നനി വഹാബി. മുഹമ്മദ് മുസ്തഫയെ പിൻപറ്റിയതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ വഹാബിയാക്കുകയാണോ എങ്കിൽ ഞാനൊരു വഹാബിയാണ്. മുൻഗാമികൾ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാം. എത്രയോ ഖുതുബകളിലൂടെ നമ്മളത് പറഞ്ഞതാണ്. ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ പറയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം ബാധിച്ചവർ ആ വലിയ വലിയ കല്ലുകളും മണ്ണുകളൊക്കെ ഒലിച്ചൊന്ന് വീട് പോയാലല്ല, വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുമല്ല. അല്ലെ കണ്ടില്ലേ, ചൂരൽമലയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഭംഗിയായ സുന്ദരമായൊരു സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ അല്ലേ. ആ സ്കൂളിൻ്റെ ബാക്കിൽ നിന്ന് വലിയൊരു പണക്കിഴി കിട്ടി, ഏതാണ്ട് 4 ലക്ഷത്തോളം ഉറുപ്പിയുണ്ടെന്ന് പറയണേ അല്ലേ. അതൊക്കെ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളല്ല യഥാർത്ഥ ദുരിതബാധിതർ. ഇവിടെ ബാക്കിയായവരാണ്. ഓലെന്താ ദുരിതം ബാധിച്ചവർ എന്ന് പറയാൻ കാരണം, ഇതൊക്കെ കണ്ടിട്ട് പോലെ ഇന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലേ, അവരാണ് യഥാർത്ഥത്തിൽ ദുരിതബാധിതർ. എൻ്റെ വാക്കല്ല. അതിൽ നമ്മളുണ്ടോ? കടണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പള്ളി കയറില്ല അല്ലേ, നന്മകളില്ല, നന്മയുടെ രംഗങ്ങളിലില്ല. അതുകൊണ്ട് ആരെയും വേദനിപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഞാൻ ആത്മാർത്ഥമായി പ്രകടിപ്പിച്ചതാണ്. എൻ്റെ വകയായി ഒന്നുമില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം. അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാൻ ശിഷ്ടകാലം നമുക്ക് ഉപയോഗിക്കാം. അള്ളാഹു നമുക്കെല്ലാം ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹു അവൻ്റെ റഹ്മത്തിലേക്ക് നമ്മളെ വിളിക്കപ്പെട്ടാലും ഒരു യഥാർത്ഥ മുസ്ലിമായി, മുത്തഖിയായി, മുവഹിദായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർന്ന് പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ വലിയ രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക കെടുതിയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന ഈ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സിറാത്ത് കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ, വിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ശക്തമായ ഈമാനികമായ പ്രഭ നമ്മുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ അള്ളാഹു നമുക്ക് വേണ്ടുവോളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടൊരു പ്രവർത്തകൻ, വളരെ ചെറുപ്പക്കാരനാണ്, സ്ട്രോക്ക് ഉണ്ടായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്, വെന്റിലേറ്ററിലാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ, ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.